കുതിര സവാരി ഒട്ടക സവാരി കണ്ടില്ല നിങ്ങള്? ഇതൊരു ഒന്നൊന്നര വെറൈറ്റി സവാരി ആട്ടോ. നമ്മൾ ആന സവാരി, ആനപ്പുറത്ത് കയറി സവാരി ചെയ്തിട്ടുണ്ട് നിങ്ങള്? ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങോട്ട് പോരിട്ടോ. കണ്ടോളി, സവാരി കഴിഞ്ഞിട്ട് ആനകൾ ഇങ്ങനെ വരി വരിയായിട്ട് വരുന്നത് കണ്ടില്ല നിങ്ങള്? ഒക്കെ സവാരിക്കുള്ള ആനകളാണ് കേട്ടോ. അപ്പൊ ആന സവാരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സ്ഥലത്തേക്കിട്ട് പോന്നിട്ട് നമുക്ക് ഒരു ആന സവാരിയൊക്കെ നടത്താം. ഹായ് ചങ്ങന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ കുതിര സവാരിയൊക്കെ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് എന്ത്, ഈ കുതിര സവാരി. ഇതൊരു വെറൈറ്റി ആയിട്ട് ആന സവാരി. അതുപോലെ ആണെന്നല്ല കേട്ടോ, ആനകൾ ഇഷ്ടം പോലെ ആനകളുണ്ട്. ഞാനെന്നുള്ളത് നമ്മളെ മൂന്നാർ റൂട്ടിലുണ്ട്. നമ്മൾ അടിമാലി കഴിഞ്ഞിട്ട് മൂന്നാർ എത്തുന്നതിന് മുമ്പായിട്ട് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടെ ഒരു 6-7 ആനകളായിട്ടുണ്ട് ഈ സവാരിക്കാർ ഇതാ നിരന്ന് നിൽക്കുന്നത്. ഏത് ആനച്ചന്തം കാണണമെങ്കിൽ ഇങ്ങോട്ട് പോരിട്ട് ഞങ്ങള്. എത്ര വരുന്നു? സവാരിക്ക് പോയ ആനകൾ തിരിച്ചു വരുന്നുണ്ടല്ലോ നിങ്ങള്. അതിലെങ്ങനെ പോയി തിരിച്ചു വരുന്നതാണിത്. ഈ സവാരിക്ക് കണ്ട് ഞാൻ എന്ത് ചെയ്ത, ജസ്റ്റ് കൗണ്ടറിൽ പോയിട്ടൊന്ന് വില ചോദിച്ചു, എത്രയാണ് ഒരാൾക്ക് ഈ ആനക്ക് റൈഡ്, ആനന്റെ പുറത്ത് കയറി റൈഡ് ചെയ്യാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ മെല്ലെ ഇങ്ങോട്ട് പോകുന്നു. ചെറിയ പൈസ ഉള്ളു, ഒരാൾക്ക് 700 ഉറുപ്പിക ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ബഡ്ജറ്റ് കുറച്ച് കുറവായപ്പോൾ ഞാൻ മെല്ലെ ബാക്കോട്ട് പോകുന്നു എന്നുള്ള സത്യം. പക്ഷെ ആൾക്കാർക്ക് 700 ഒന്നും പ്രശ്നമില്ല. ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്, സവാരി ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരു വെറൈറ്റി അല്ല ആനപ്പുറത്ത് കയറി സവാരി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ. തെങ്ങിന്റെ മടലാണ് ആനകൾ പൊടിച്ച് മുടക്കി കഴിക്കാൻ പോകണം. പട്ടന്റെ ഇത് തണ്ട് വേറൊന്നിട്ട് ഈ സ്ഥലത്ത് കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കണ്ടേ. കാരണം ഇത് നമുക്ക് ഈ കാണുന്നതിന് നമുക്കൊരു പൈസ മുടക്കില്ല കേട്ടോ. ജസ്റ്റ് കയറി ഇതെല്ലാം കാണാം. സവാരിക്ക് മാത്രം പൈസ ഉള്ളൂ. ഇതിനുള്ളിലേക്ക് കയറുന്നതിന് എൻട്രി ഫീസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിനായിട്ട് പോവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കി നമുക്ക് ഇത്ര ആനകളെ കാണാൻ സവാരി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഇത്ര ആനകളെ കണ്ട് നമുക്ക് ഒരു സന്തോഷം തന്നെയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അതൊരു എൻട്രി ഫീസ് ഉണ്ടാവും, 20 ഉറുപ്പിക 30 ഉറുപ്പിക. ഇതൊന്നും വേണ്ട, നമുക്ക് കയറി ചെന്ന് ഇതെല്ലാം വ്യക്തമായിട്ട് കാണാൻ, കണ്ടിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം റൈഡിന് ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടുത്തെ റൈഡ് കഴിഞ്ഞ് വന്ന് ഇറങ്ങി അടുത്ത ടീം കയറി പോകാൻ നോക്കുന്ന. ആര് നിങ്ങളുടെ പെണ്ണുങ്ങാരി അപ്പൊ പോന്ന് ചങ്ങായിമാരെ, നമ്മളെ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചങ്ങായിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തി നമ്മളെ കൂടെ ഒന്ന് കൂടുക. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഓരോരുത്തർ സവാരി കഴിഞ്ഞ് വരുന്ന അതാ ഇവിടെ ഇറങ്ങി അടുത്ത ടീമിന് കയറി പോകുന്നു.